ലേഡീസ് കോച്ചുകളിൽ തട്ടുമുട്ടും കൂടുന്നു. തീവണ്ടികളിലെ ലേഡീസ് കോച്ചുകളിൽ കയറുന്ന ചായക്കച്ചവടക്കാരെയും മറ്റു കച്ചവടക്കാരെയും ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് റെയിൽവേ പോലീസിന്റെ നിർദ്ദേശം. ലേഡീസ് കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന വനിതാ യാത്രക്കാരെ ഇവർ ബോധപൂർവം തട്ടിയും മുട്ടിയും ശല്യം ചെയ്ത് കടന്നുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. വനിതാ കമ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് ജാഗ്രതയോടെ ഡ്യൂട്ടി ചെയ്യാൻ ബീറ്റ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം നൽകിയത്. അറിഞ്ഞും അറിയാതെയും ലേഡീസ് കോച്ചിൽ കയറുന്ന യാത്രക്കാരുണ്ട്. വനിതാ യാത്രക്കാർക്ക് ആത്മധൈര്യം നൽകാൻ തീവണ്ടികളിൽ വനിതാ പോലീസുകാർ കുറവാണ്. സംസ്ഥാനത്തെ 13 റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിലായി 36 വനിതാ പോലീസുകാർ മാത്രമാണുള്ളത്. കണ്ണൂർ, കാസർഗോഡ് സ്റ്റേഷനുകളിൽ 4 പേർ. RPF-ന് കാസർഗോഡ് ആരുമില്ല. കണ്ണൂരിൽ 7 പേർ. കണ്ണൂർ RPF പരിധിയിൽ 30 ഉദ്യോഗസ്ഥരാണുള്ളത്. വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം കല്ലറയിൽ 65 വയസ്സുകാരനെ ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തുമ്പോട് ഒഴുകുപാറ സ്വദേശി രവിയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കുളത്തിൽ കണ്ടെത്തിയത്. കല്ലറ തുമ്പോട് ശിവക്ഷേത്രത്തിലെ കുളത്തിലായിരുന്നു മൃതദേഹം. വെഞ്ഞാറമൂട് ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ട്രെയിനിൽ നിന്നും കോടികൾ പിടിച്ചെടുത്തു. BJP പ്രവർത്തകനടക്കം 4 പേർ അറസ്റ്റിൽ. ചെന്നൈയിൽ ട്രെയിനിൽ നിന്ന് 4 കോടി രൂപ പിടിച്ചെടുത്തു. താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ BJP പ്രവർത്തകനടക്കം 4 പേർ അറസ്റ്റിലായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡാണ് പണം പിടിച്ചത്. ഇന്നലെ രാത്രിയിൽ ചെന്നൈയിൽ നിന്ന് തിരുനെൽവേലിയേക്ക് പോകുന്ന ട്രെയിനിന്റെ AC കമ്പാർട്ട്മെന്റിൽ നിന്നാണ് 6 ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന പണം പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. BJP സ്ഥാനാർത്ഥി നൈനാൻ നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമെന്ന് മൊഴി നൽകിയെന്ന സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തിരുവനന്തപുരം വിളവൂർക്കല്ലിൽ പൊള്ളലേറ്റ യുവതി മരിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. വിളവൂർക്കൽ പാവച്ചക്കുഴി തേവിക്കോണം ആഞ്ജനേയം വീട്ടിൽ 41-കാരി ഷീജയാണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ജയശങ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവിന്റെ മാനസിക പീഡനമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് ബന്ധുക്കൾ പോലീസിൽ മൊഴി നൽകിയത്. PPE കിറ്റ് ധരിച്ചെത്തി പ്രചാരണ ബോർഡ് നശിപ്പിച്ചു. CCTV ദൃശ്യങ്ങൾ. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി K സുധാകരന്റെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. PPE കിറ്റ് ധരിച്ചെത്തിയ 2 പേരാണ് ബോർഡുകൾ നശിപ്പിച്ചതെന്ന് UDF ആരോപിച്ചു. മാങ്ങാട്ടിടം അമ്പിലാട് സൗത്ത് LP സ്കൂൾ മുതൽ ആമ്പിലാട് പാറ വരെയുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ ബോർഡുകളും പോസ്റ്ററുകളുമാണ് നശിപ്പിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ സഹിതം മണ്ഡലം കമ്മിറ്റി കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. PPE കിറ്റ് ധരിച്ചെത്തിയ 2 പേർ ബോർഡ് കീറി എടുത്ത ശേഷം കൊണ്ടുപോയി കളയുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. പ്രദേശത്ത് നിരന്തരമായി UDF സ്ഥാനാർത്ഥിയുടെ ബോർഡുകളും പോസ്റ്ററുകളും നശിപ്പിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു.